ഹലോ ഡിയർ ചിൽഡ്രൻ, 10ാം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലേ? ഒരുപാട് സമയം കിട്ടി. നിങ്ങൾ വീട്ടിൽ പല രീതിയിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ശരി, നടക്കട്ടെ. പക്ഷേ സമയങ്ങൾ പെട്ടെന്ന് പോകും. ഈ കോവിഡ് കാലവും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിനുള്ളതായ ഉള്ളിലിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് പിന്നെ നിങ്ങളുടെ പഠനം ഇതെല്ലാം കടന്നു പോയിട്ട് മാർച്ച് ഉണ്ടെങ്കിൽ പരീക്ഷ നടക്കും. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും കാണണം. അതുകൊണ്ട് നമ്മുടെ ആചാര്യയില ഇംഗ്ലീഷിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് നിങ്ങളെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ വ്യത്യസ്തമായ ഒരു പഠന രീതിയാണ്. നമ്മൾ വിദ്യാർത്ഥികൾ ക്ലാസ്സിലും അധ്യാപകൻ ക്ലാസ്സിൽ നിന്നും പഠിപ്പിക്കുന്ന രീതിക്കപ്പുറമായിട്ട് നമ്മൾ ഓൺലൈൻ എന്ന ക്ലാസ്, ശാസ്ത്രവും സാങ്കേതിക വിദ്യയുടെയും മികവിൽ നമ്മൾ നടത്തുന്ന ഒരു പുതിയ പഠന രീതി. അപ്പോൾ പാരമ്പര്യ പഠന രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പഠന രീതിയാണ്. നിങ്ങൾ ഞങ്ങൾ പരിചയിച്ചതും വ്യത്യസ്തമായ പുതിയ ഒരു മാനദണ്ഡം, പഠനത്തിൻ്റെ മാനദണ്ഡം. നമുക്കതുമായിട്ട് പെട്ടെന്ന് ഇഴുകിച്ചേരാൻ കഴിയില്ല. എന്നാലും മനസ്സ് വെച്ചാൽ നമുക്ക് എന്ത് കഴിയും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് വയ്ക്കണം, ശ്രദ്ധിച്ചിരിക്കണം. കയ്യിൽ നോട്ട് ബുക്കും പേനയൊക്കെ ഉണ്ടോ? എടുക്കുക. ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷ് അധ്യാപകൻ. നമുക്ക് +1 കോഴ്സിൽ ഒരു പുസ്തകം, ഇംഗ്ലീഷ് പാഠമുണ്ട്. ഒരു ഇംഗ്ലീഷ് പുസ്തകമുണ്ട്, നിങ്ങൾ 10ൽ പഠിച്ചതുപോലെ തന്നെ. എന്നാൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എളുപ്പമാണ്. നമുക്ക് ആ പാഠമൊന്നും പഠിക്കാനുള്ള സമയമല്ല ഇത്. അത് നിങ്ങൾ റിസൾട്ട് വരണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പാഠങ്ങളിലേക്കൊക്കെ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മളെന്ത് പഠിക്കും? ഒരു ഭാഷ സംസാരിക്കാൻ അതിൻ്റെ വ്യാകരണം അറിയണം, ഭാഷ പഠിക്കണം. പഠിക്കുന്നത് നമുക്ക് സ്വന്തമാണ്, എന്നാലും നമ്മളത് പഠിച്ചു എന്ന് പറയാൻ പറ്റും. അപ്പോൾ വാട്ട് എവർ യു ലേൺ യു മേക്ക് ഇറ്റ് യുവർ പ്രോപ്പർട്ടി. പഠിച്ചത് നിങ്ങളുടേതായ പ്രോപ്പർട്ടി ആക്കണം. അതിലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിൽ അത് വരണം. അപ്പം നിങ്ങൾക്ക് ആ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയും. അപ്പോൾ കൊച്ചുമക്കളെയെല്ലാം ഞാൻ ഈ ഗ്രാമർ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ പഠിച്ചത് തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. നിങ്ങൾ സെൻറ്റൻസ് പഠിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം പുതിയ വിദ്യാർത്ഥികൾ 1ാം ക്ലാസ് മുതൽ പഠിച്ചു തുടങ്ങി. മലയാളം സ്റ്റേറ്റ് സിലബസിലെ ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ CBSE അങ്ങനെ തന്നെ. പിന്നെ നമ്മുടെ മലയാളം മീഡിയത്തിലെ മക്കളുകളും 5ാം ക്ലാസ് മുതൽ സെൻറ്റൻസ് പഠിച്ചു തുടങ്ങും. അപ്പം നമ്മൾ പഠിച്ചതിനെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളൊക്കെ പഠിപ്പിക്കാൻ പോകുന്നത്. അതാണല്ലോ എൻ്റെ രീതി. ആദ്യം ചിട്ട വേണം, ഒന്നേന്ന് വേണം, അടിസ്ഥാനം വേണം, ബേസ് വേണം. നമുക്ക് ഈ സമയം അതുപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ തയ്യാറാണ്? നമുക്ക് തുടങ്ങാം. കയ്യിൽ പേനയും പുസ്തകമൊക്കെ ഉണ്ടല്ലോ, നോട്ട് ബുക്ക് ഉണ്ടല്ലോ. ആദ്യം നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ, വ്യാകരണം, ഭാഷയുടെ ഒരു സംഖ്യാശാസ്ത്രം ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് പറയാതെ. അതിന് ആദ്യം നിങ്ങൾ സെന്റൻസ് എന്ന് പറയും. അപ്പൊ അത് നിങ്ങളൊക്കെ ചോദിച്ചാൽ സെന്റൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ സെന്റൻസ്, എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് ദാറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ് എന്ന് നിങ്ങൾ പറയും. അപ്പൊ ഇവിടെ ഞാൻ വേറെ ഈ സെന്റൻസ് എന്നാൽ എന്ത്? സെന്റൻസ് നോട്ട് വേർഡ്. ഒരു സെന്റൻസ് ഇറ്റ് ഈസ് നോട്ട് എ വേർഡ്, അതൊരു വാക്കല്ല. ഈസ് ദ മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം നിങ്ങൾ ഇത്തിക്കൂടെ അപ്പോൾ വലിയ ക്ലാസ് പഠിക്കുമ്പോൾ 5ൽ പഠിക്കുമ്പോൾ പോലെ അല്ലല്ലോ നമ്മൾ 10ൽ ഒരു കാര്യം പഠിക്കണം. അത് +1 ലെവലിലേക്ക് വരുമ്പോൾ ഇച്ചിക്കൂടെ ഒരു അതാണല്ലോ സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറയുന്നത്. ഒരു സ്റ്റാൻഡേർഡിൽ നിന്നും മറ്റു സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റിയിൽ ഒരു സ്റ്റാൻഡേർഡ് വന്നല്ലോ. അപ്പം നിങ്ങൾ ഇങ്ങനെ പറയണം, സെന്റൻസ് നോട്ട് എ വേർഡ് ഈസ് എ മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പം ഇനി എന്ത് പറഞ്ഞു കൊടുക്കും? ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ മീനിങ്ഫുൾ, അർത്ഥഗർഭമാണ്, അർത്ഥം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന യൂണിറ്റാണ് ഏതിൻ്റെ? കമ്മ്യൂണിക്കേഷൻ, വിനിമയത്തിൻ്റെ.
ആശയവിനിമയത്തിന്റെ അർത്ഥവത്തായ ഒരു യൂണിറ്റാണ് വാക്യങ്ങൾ. അതായത് ഒത്തിരി പറഞ്ഞാൽ ഐഡിയാസ് കൺവേഡ് ഇൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഐഡിയാസ് നമ്മുടെ ആശയങ്ങൾ കൺവേ ചെയ്യും. എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ, പ്രധാനം ചെയ്യുക, വിനിമയം ചെയ്യും. നിങ്ങൾ കൺവേ ബൈ ദി ഗോഡ്, എൻ്റെ അന്വേഷണങ്ങൾ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യുക, വിനിമയം ചെയ്യുക. ഇപ്പൊ ഓൺലൈൻ എന്ന ക്ലാസ് എന്ന ഈ ന്യൂ ഡിവൈസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ടീച്ചിങ്, അതിലൂടെ ഞാൻ എൻ്റെ ഐഡിയ നിങ്ങളെ കൺവേ ചെയ്യും. അപ്പൊ ഐഡിയാസ് ആർ കൺവേ. അപ്പൊ കൺവേഡിന്റെ അർത്ഥം അറിയാം. ഇൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്, ഐഡിയകൾ എങ്ങനെയാണ് കൺവേ ചെയ്യുന്നത്? വാക്കുകളുടെ കൂട്ടം. അതെന്ത് ചെയ്യും? വിച്ച്. ഏത്? ആ വിച്ച് ഏത്? ഐഡിയാസ് ആർ കൺവേ ഇൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ക്യാരി എന്ത്? കംപ്ലീറ്റ് സെൻസ്, പൂർണ്ണമായ അർത്ഥങ്ങൾ വഹിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തെ നമുക്കത് പറയാം. എന്തെന്ന് പറയാം? സെന്റൻസ് എന്ന് പറയാം. അപ്പൊ സെന്റൻസ് ഈസ് സെന്റൻസ്, നോട്ട് എ വേർഡ്. ഇറ്റ് ഈസ് എ മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വെയർ ഐഡിയാസ് ആർ കൺവേഡ്. അവിടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? ആശയങ്ങളെ വിനിമയം ചെയ്യുന്നു വാക്കുകളുടെ ഒരു കൂട്ടം വാക്കുകളുടെ ആയിട്ട്. ഇൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ക്യാരി കംപ്ലീറ്റ് സെൻസ്. അപ്പൊ പൂർണ്ണമായ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കുകളുടെ ഒരു കൂട്ടം, അവ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? വിനിമയം ചെയ്യുന്നു. അതിന് നമുക്ക് എന്തെന്ന് പറയാം? സെന്റൻസ് എന്നും പറയാം. അപ്പൊ വാട്ട് ഈസ് എ സെന്റൻസ് വെച്ചൊക്കെ പറയാൻ ബുക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് എഴുതിയെടുത്തോളാം. ആ നോട്ടിൽ നിങ്ങൾക്ക് ഒരു നോട്ട് ബുക്ക് വേണം. ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഫസ്റ്റ് ഇയറിന്റെ നോട്ട് പുസ്തകം മതി. അതിന്റെ ഒരു സൈഡിൽ ഇത് എഴുതിയാൽ മതി. പിന്നെ പാഠങ്ങൾ പഠിപ്പിച്ച് നോട്ട് വരുമ്പോഴത്തേക്ക് അതിന്റെ മറ്റൊരു സൈഡിൽ അത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ പഠിച്ചത്, ആദ്യം പഠിച്ച നമ്മൾ എന്താണ് പഠിക്കുന്നത്? സെന്റൻസ് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ സെന്റൻസ് എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? അതൊരു മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണം. ആദ്യത്തോടാണ്. അപ്പാണ് നമ്മൾ അല്ലെങ്കിൽ പണ്ട് പറഞ്ഞതുപോലെ പഠിച്ചത് ഇത്ര മാത്രമേ പഠിക്കൂ. സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ് വിച്ച് മേക്സ് കംപ്ലീറ്റ് സെൻസ്. അപ്പം നിങ്ങൾ ഇത്തിരി കൂടെ ഉയർന്ന ക്ലാസ്സിലായിരുന്നു, ഇത്തിരി കൂടെ ഉയർന്ന തലത്തിൽ നിങ്ങളത് പഠിക്കുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ വിശാലമായിട്ട് അതിൽ നോക്കുന്നു. സെന്റൻസ് നോട്ട് എ വേർഡ്, എ മീനിങ് യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഐഡിയാസ് ആർ കൺവേഡ് ഇൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ക്യാരി കംപ്ലീറ്റ് സെൻസ്. ഒരു എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ഫുൾ സ്റ്റോപ്പ്. ഞാനൊരു അധ്യാപകൻ. ഐ എം എ റിസർച്ചർ. ഐ എം എ ലായർ. ഐ എം എ പോലീസ്മാൻ. ഇറ്റ് ഈസ് എ ക്ലാസ് റൂം എന്നൊക്കെ നമ്മൾ പറയുന്നു. അവിടെ എല്ലാം പൂർണ്ണമായ അർത്ഥം തരുന്നുണ്ട്. അപ്പൊ പൂർണ്ണമായ അർത്ഥം വഹിക്കുന്ന വാക്കുകളുടെ കൂട്ടത്തെ നമുക്ക് എന്തെന്ന് പറയാം? വാക്യങ്ങൾ എന്ന് പറയാം. അതുപോലെ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ സെന്റൻസ് ഹൗ ഓൾഡ് ആർ യു? നിനക്ക് എത്ര വയസ്സായി? നമ്മൾ ചോദ്യം ചെയ്യും. അവനവൾ വേറെയും പറയും. പ്ലീസ് ടെൽ മീ യുവർ നെയിം. ദയവായി നിങ്ങളുടെ പേര് പറഞ്ഞാൽ. കുഡ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ടീച്ച് യു? ഞാൻ നിങ്ങൾ എന്താണ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായോ? ഹാവ് യു എവർ ബീൻ ഇൻ എ ഫോറിൻ കൺട്രി? നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു വിദേശ രാജ്യത്ത് പോയിട്ടുണ്ടോ? ഇതൊക്കെ നമ്മൾ ചോദ്യമായിട്ട് ചോദിക്കും, സ്റ്റേറ്റ്മെന്റുകളായി പറയും. അപ്പൊ ഇവയെല്ലാം നമുക്ക് സെന്റൻസുകളുടെ വാക്യങ്ങളുടെ ഗണത്തിൽപ്പെടുത്താം. അപ്പോൾ ഒന്നുകൂടെ കൊച്ചു കൂട്ടുകാർക്ക് മനസ്സിലായോ എന്താണ് ഒരു സെന്റൻസ്? സെന്റൻസ് ഒരു വേർഡല്ല, ഒരു വാക്കല്ല, മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ ഒരു യൂണിറ്റ്, ഒരു വിനിമയ യൂണിറ്റ്. ഐഡിയാസ് ആർ കൺവേഡ് ഇൻ ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ്. ഇവിടെ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? ഒരു കൂട്ടം വാക്കിലൂടെ വിനിമയം ചെയ്യപ്പെടും ആശയങ്ങൾ. അവയ്ക്ക് പൂർണ്ണമായ അർത്ഥം തരും. അപ്പൊ ഐഡിയാസ് ആർ കൺവേഡ് ഇൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ക്യാരി കംപ്ലീറ്റ് സെൻസ്. എക്സാമ്പിൾ, ഞാൻ ഐ എം എ ടീച്ചർ, നിങ്ങൾക്ക് ഐ എം എ റിസർച്ചർ, ഐ എം എ സ്റ്റുഡന്റ് എന്ന് പറയാം. വി ആർ ഫ്രണ്ട്സ് എന്ന് പറയാം. ഇങ്ങനെയല്ല. ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ എന്ന് പറയാം. ഇറ്റ് ഈസ് എ റെയിനി ഡേ എന്ന് പറയാം. ദ വെദർ ഈസ് വെരി കോൾഡ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഹോട്ട് ഡേ നിങ്ങൾക്ക് പറയാം. ഇതെല്ലാം ഒക്കെ സെന്റൻസ് ആണ്, പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്യങ്ങൾ. അതിൽ ചോദ്യങ്ങളൊക്കെ വരാം. ആ ചോദ്യങ്ങളൊക്കെ രണ്ടു മൂന്ന് എഴുതില്ലേ. ഇത്രയും മനസ്സിലായ കൂട്ടുകാർക്ക് സ്പീച്ച് കോണ്ടക്റ്റില് നമ്മൾ അതല്ല, സ്പീച്ച് കോണ്ടക്റ്റ്
കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സന്ദർഭം, സംഭാഷണ സന്ദർഭങ്ങളിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള സന്ദർഭങ്ങളിൽ അവിടെ വളരെ ബ്രീഫായിട്ടുള്ള റെസ്പോൺസ്. ബ്രീഫ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ റെസ്പോൺസ് അതിലാണ്. ഞാൻ പറഞ്ഞത് ഇൻ സ്പീച്ച് കോണ്ടെക്സ്റ്റ് there are some brief responses. നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സംഭാഷണ സന്ദർഭങ്ങളിൽ വളരെ ഹ്രസ്വമായ രീതിയിലുള്ള പ്രതികരണങ്ങളുണ്ട്. നമ്മൾ അത് ഏതൊക്കെയിലേക്ക് നമ്മൾ അവിടെ ഒരു സെന്റൻസ് ആയിട്ട് അത് പറയാറില്ല. ആർ യു സ്റ്റുഡൻറ്, നമ്മളത് പറയും യെസ്. ഈസ് ഇറ്റ് എ ഹോട്ട് ഡേ, നമ്മൾ പറയും നോ. ഇങ്ങനെ നമ്മൾ പറയും. ഇവയ്ക്ക് മീനിങ് നോ എന്ന് പറഞ്ഞാൽ മീനിങ്. അറിയാം പോലീസ്മാൻ നമ്മൾ ചോദിച്ചു, നോ ഐ എം നോട്ട് എ പോലീസ്മാൻ, ഐ എം എ സ്റ്റുഡൻറ് എന്നുള്ള നമ്മളോട് നോ എന്ന് പറയുന്നുണ്ട്. നമ്മൾ ആ എക്സ്പ്രഷൻ അത്രയും. അറിയ ഫൈൻ, നമ്മൾ എസ് എന്ന് പറയും. അറിയ ഡൂയിങ് വെൽ, യെസ്. അതൊരു ബ്രീഫായിട്ടുള്ള റെസ്പോൺസാണ്. ഇവയ്ക്ക് പൂർണ്ണമായ അർത്ഥമുള്ളവ അവ സെന്റൻസുകളല്ല. മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. നമ്മൾ സ്പീച്ച് കോണ്ടെക്സ്റ്റ് എന്താണ്? ഈ സ്പീച്ച് കോണ്ടെക്സ്റ്റ് സംഭാഷണത്തിൽ വരുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾ പലരുമായിട്ട് സംസാരിക്കും. കൂട്ടുകാരൻ ഇന്നലെ നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇന്നലെ പണ്ട് കിട്ടും ഡു യു കം ടു സ്കൂൾ സ്റ്റഡി എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോ എന്ന് പറഞ്ഞു. അല്ല ഐ ഡിഡ്ന്റ് കം ടു സ്കൂൾ സ്റ്റഡി എന്ന് പറയില്ല, മൊത്തം പറയണമെന്ന് പകരം നോ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പം അവന് മനസ്സിലായത് നീ ഇന്നലെ വന്നോ കേട്ടോ ഇല്ലാന്ന് പറഞ്ഞത് കാര്യം കിട്ടി. അപ്പം അത് ഫൈനൽ നമ്മൾ യെസ് എന്ന് നമ്മൾ പറഞ്ഞാലോ നോ എന്ന് നമ്മൾ പറഞ്ഞാലോ സംഭവം പൂർണ്ണമാണ്, അർത്ഥം പൂർണ്ണമാണ്. പക്ഷെ അവ എന്തല്ല, പൂർണ്ണമായ അർത്ഥത്തെ തരുന്നു, പക്ഷെ വാക്യങ്ങൾ അല്ല. പിന്നെ ഫോറിൻ കൺട്രി എന്ന് വെച്ചാൽ നമ്മൾ എന്നെ പറഞ്ഞു, ഞാനില്ല, ഞാൻ ഒരിക്കലും പോയിട്ടില്ല, നെവർ വാക്ക് മാത്രമാണ്. അപ്പൊ ഇതെല്ലാം ഗ്രാമറിന്റെ സെന്റൻസ് അല്ല. ഒരു ഗ്രാമറിന്റെ അർത്ഥത്തിൽ നിങ്ങൾ നോക്കിയാൽ അവ സെന്റൻസുകളല്ല, പക്ഷെ പൂർണ്ണമായ അർത്ഥം തരുന്നു. ഇവയെ സെന്റൻസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഗ്രമാറ്റിക്കൽ സെൻസ്, ഇൻ ഗ്രമാറ്റിക്കൽ സെൻസ് ദേ ആർ നോട്ട് സെന്റൻസസ്. നോ എന്നോ നെവർ എന്നോ യെസ് എന്നോ നമ്മൾ പറയുന്നത് സ്പീച്ച് കോണ്ടെക്സ്റ്റിൽ വരുന്ന ബ്രീഫ് റെസ്പോൺസസ് ആണ്. അവ അർത്ഥപൂർണ്ണമാണെങ്കിലും നമ്മൾ അവ വാക്യങ്ങളായി കണക്കാക്കാറില്ല. വ്യത്യാസം മനസ്സിലായിട്ട് പൂർണ്ണമായ അർത്ഥം തരുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് പറയുന്നത്, അല്ല ബ്രീഫ് റെസ്പോൺസസ് നമുക്ക് സെന്റൻസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ തരാം, നിങ്ങൾക്ക് സെന്റൻസ് എന്താണെന്ന് കണ്ടെത്തേണ്ടി വരും. അവനാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ പറഞ്ഞത്? there are brief responses which meaning in speech context with meaning in speech context meaning. But there are brief responses with meaning in speech context. നമ്മുടെ സംഭാഷണ സന്ദർഭത്തിൽ ഹ്രസ്വമായ ചില പ്രതികരണങ്ങളുണ്ട്. ആ പ്രതികരണങ്ങൾക്ക് അർത്ഥമുണ്ട്, പക്ഷേ നമ്മൾ അവയെ ഗ്രാമാറ്റിക്കൽ സെൻസിൽ വാക്യങ്ങളായി കണക്കാക്കാറില്ല. അതിന്റെ എക്സാമ്പിളാണ് ഞാൻ ഏതൊക്കെ പറഞ്ഞിരുന്നത്. നോ എന്നോ നെവർ എന്നോ ഒക്കെ നമ്മൾ പറഞ്ഞത് മനസ്സിലായി. ഇതുപോലെ സെന്റൻസും ബ്രീഫ് റെസ്പോൺസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. ഇനി നമുക്ക് ഈ സെന്റൻസുകൾ എത്ര തരമുണ്ട് നോക്കാം. ഇത്രയും കൂട്ടുകാർക്ക് മനസ്സിലായ ഞാൻ ഇത് can I erase these words from the blackboard? നിങ്ങൾക്ക് മനസ്സിലായ ഗ്രാമർ നമ്മൾ സെന്റൻസ് ആണ് പഠിച്ചത്. സെന്റൻസ് എന്ന് പറഞ്ഞാൽ മീനിങ്ഫുൾ യൂണിറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. അവിടെ ഐഡിയാസ് ആർ കൺവേഡ് ഇൻ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് ക്യാരി കംപ്ലീറ്റ് സെൻസ്. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്ന ഐ എം എ ടീച്ചർ,
ഹൗ ഓൾഡ് ആർ യു, പ്ലീസ് ടെൽ മീ യുവർ നെയിം. ഇത് നമ്മൾ ചോദ്യവും വന്നു, ഒരു സ്റ്റേറ്റ്മെൻറ്റും വന്നു. ഐ ആം വെരി ഫൈൻ എന്നും വി ആർ ലേണിംഗ് എന്നും ഒക്കെ നമ്മൾ പറയുന്നതെല്ലാം സെൻറ്റൻസുകളാണ്, പൂർണ്ണമായ അർത്ഥം തന്നെ. പിന്നെ ഞാൻ പറഞ്ഞു സ്പീച്ച് കോൺടാക്സിൽ എന്തുണ്ടെന്ന് പറഞ്ഞു, ബ്രീഫ് റെസ്പോൺസസ് ഉണ്ട്. There are brief responses in speech contact. They make complete sense, but in grammatical sense, they are not at all sentences. Speech context എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞത് ബ്രീഫായി റെസ്പോൺസ് ചെയ്യും. ഒരു ബ്രീഫ് യെസ്, നോ, നെവർ എന്നൊക്കെ നമ്മൾ പറയുന്നു. ആൾവേസ്, ഐ ഡു ദിസ്, ഐ ഡു എന്നൊക്കെ നിങ്ങൾ ഇങ്ങനെ പറയണം. അപ്പൊ അങ്ങനെ പറയുന്നത് പൂർണ്ണമായും എന്തല്ല, സെന്റൻസുകളല്ല, സെന്റൻസ് ആയിട്ട് അവയെ കണക്കാക്കില്ല. പക്ഷെ അവ അർത്ഥം തരും. ഇത്രയാണ് പറഞ്ഞത്. Now I am going to irrational thought. അപ്പോ നമ്മൾ സെന്റൻസ് എന്തായാലും തരണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പീച്ച് കോൺടെക്സ്റ്റിലാണ് ബ്രീഫ് റെസ്പോൺസ് കണ്ടത്. ആ ബ്രീഫ് റെസ്പോൺസ് ഞാൻ നിങ്ങളുടെ പറഞ്ഞു. അവയെല്ലാം പൂർണ്ണമായ അർത്ഥം തരുമെങ്കിലും ഗ്രമാറ്റിക്കൽ സെൻസിൽ സെന്റൻസുകളായി കൂട്ടാറില്ല. ഇനി നമുക്ക് സെന്റൻസിന്റെ തരങ്ങൾ, ടൈപ്സ് ഓഫ് സെന്റൻസ്. ആദ്യത്തേത് നമ്മൾ അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ്. സ്റ്റേറ്റ്മെന്റ് അത് തന്നെ കാര്യം. സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കുക. സ്റ്റേറ്റ്മെന്റ് പ്രസ്താവനകൾ. അസർട്ടീവ്, ഞാനാ കാര്യം അസർട്ടീവ് ഇങ്ങനെ പഠിച്ചാൽ പോരാ, നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടൂല എന്ന് പറഞ്ഞ കാര്യം അസർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ കുറച്ചുകൂടെ നേരം വേണം പഠിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. ആ കാര്യം ഉറപ്പിക്കുക, പ്രഖ്യാപിക്കുക. അപ്പോൾ ഒന്നാമത്തെ സെന്റൻസ് നമ്മൾ എന്തെന്ന് പഠിക്കും? അസർട്ടീവ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ്. കൂട്ടുകാരിയിൽ നോട്ടൊക്കെ കൊണ്ടല്ലേ ഇത് എഴുതി എടുക്കണം. അസർട്ടീവ് ഓർ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസ് ആണ് അസർട്ടീവ് സെന്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ്. നമ്മൾ എന്താണ് പഠിക്കുന്നത്? സെന്റൻസുകളുടെ തരങ്ങൾ, ഏതെല്ലാം വിഭാഗങ്ങളിൽ, എത്ര തരങ്ങളിൽ സെന്റൻസ് ഉണ്ട്, കൈൻഡ്സ് ഓഫ് സെന്റൻസ്. ഒന്നാമത് അസർട്ടീവ്. അപ്പൊ അസർട്ടീവ് സെന്റൻസിന് മറ്റൊരു പേരാണ് ഏത്? ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ സ്റ്റേറ്റ്മെന്റ്. രണ്ടുമുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാലും അസർട്ടീവ് സെന്റൻസ് എന്ന് പറഞ്ഞാലും ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാലും ഒന്നുമില്ല. ഇനി എന്താണ് അസർട്ടീവ് സെന്റൻസ്? എ സെന്റൻസ്, ഒരു വാക്യം, വിച്ച് അസർട്ട് ഉറപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രസ്താവിക്കുന്നു, അല്ലെങ്കിൽ ഡിക്ലെയർ പ്രഖ്യാപിക്കുക. അപ്പൊ പ്രസ്താവിക്കുക, പ്രഖ്യാപിക്കുക, ഉറപ്പിക്കുക. അപ്പൊ ഏതെങ്കിലും ഒരു കാര്യത്തെ സ്ഥാപിക്കുകയോ ഉറപ്പിക്കുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന തരം സെന്റൻസുകൾ അവ ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഏതെങ്കിലും സംതിങ്. അപ്പൊ എ സെന്റൻസ് വിച്ച് അസർട്ട് ഓർ സ്റ്റേറ്റ് ഓർ ഡിക്ലെയർ സംതിങ് ഈസ് കോൾഡ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. കൂട്ടുകാർക്ക് മനസ്സിലായി എന്താണ് സെന്റൻസിന്റെ നമ്മൾ ഓരോ തരം പഠിക്കുകയാണ്. എത്ര തരം സെന്റൻസ് ഉണ്ടെന്ന് അതൊക്കെ ഇപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിൽ പറഞ്ഞാണ് എത്ര എണ്ണം ഉണ്ടെന്ന്. ശരി, കാരണം നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരുന്നപ്പോ കൈൻഡ് ഓഫ് സെന്റൻസ്. ആദ്യത്തെ ഏതാണ്? അസർട്ടീവ് സെന്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ്. എ സെന്റൻസ് വിച്ച് അസർട്ട്, സ്റ്റേറ്റ്സ് ഓർ ഡിക്ലെയർസ് സംതിങ് ഈസ് കോൾഡ് ഡിക്ലറേറ്റീവ് സെന്റൻസ്. ഇതിന് begins with a capital letter and ends with a full stop. ഒരു ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങി ഫുൾ സ്റ്റോപ്പുകളിൽ അവ അവസാനിക്കും. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി ഒരു ഇത്തരം സെന്റൻസ്, such a sentence, the subject is followed by a verb. ഇവിടെ സബ്ജക്ട് ആദ്യം എഴുതുന്നത് ചിൽഡ്രൻ, കർത്താവ്. ആ കുട്ടികൾ ചെയ്യുന്ന ജോലി. ഇപ്പൊ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഡൂവർ ഓഫ് ആൻ ആക്ഷൻ, പ്രവർത്തി ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു സെന്റൻസ് ഞാൻ ഇവിടെ എഴുതി, ഒരു സ്റ്റേറ്റ്മെന്റ്. കുട്ടികൾ എന്ത് ചെയ്യും? അവർ ചെയ്യണം ജോലി എന്ത്? പ്ലേ. വാട്ട് ദേ പ്ലേ? ഫുട്ബോൾ. അപ്പൊ സബ്ജക്റ്റിനെ തുടർന്ന് എന്ത് വന്ന്? പ്രവൃത്തിയെ കാണിക്കുന്ന പദം.
ഇതാണ് അതിൻ്റെ പൊതുവായ ജനറൽ പാറ്റേൺ. ഒരു പൊതു മാതൃക, പൊതു സ്വഭാവം ഇതാണ്. ഏതാണ്? അസർട്ടീവ് സെന്റൻസിലോ ഡിക്ലറേറ്റീവ് സെന്റൻസിലോ അഥവാ സ്റ്റേറ്റ്മെന്റ് എല്ലാം ഒന്നുമല്ല. ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഒരു സബ്ജക്റ്റിനെ പിന്തുടർന്ന് എന്തുണ്ടായിരിക്കും? ഒരു വെർബ് ഉണ്ടായിരിക്കും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നതാണ്, ജോലി ചെയ്യുന്നതാണ്. ഇവിടെ ഈ എഴുതിയിരിക്കുന്ന സെന്റൻസിൽ കുട്ടികളാണ് അവർ ചെയ്യുന്ന ജോലി. അവരെന്ത് കളിക്കും? ഫുട്ബോൾ. അടുത്ത ഒരു സെന്റൻസ് കൂടെ. പീപ്പിൾ ആണോ? ഇതൊരു സബ്ജക്റ്റിന് ഇത്രയും പീപ്പിൾ മാത്രമല്ല, ലോകത്തിലെ മുഴുവനോ അവർ ചെയ്യുന്ന ജോലി എന്ത്? സ്പീക്ക്. ഇതാണ് ഇംഗ്ലീഷ് ആണല്ലോ. ഇപ്പൊ സബ്ജക്റ്റിനെ ഫോളോ ചെയ്ത് ഏത് വരും? ഒരു വെർബ് വരും. പക്ഷെ ഇംഗ്ലീഷിൽ എപ്പോഴും നമ്മൾ ഈ പഠിക്കുന്ന തലത്തിൽ അത് വരണമെന്നില്ല. ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ഓഫ് സ്റ്റൈലിന് ചിലപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചത് അസർട്ടീവ് സെന്റൻസ് അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ് അഥവാ സ്റ്റേറ്റ്മെന്റ്. A sentence which assert or states or declares something is called declarative sentence or assertive sentence or statement എന്ന് ഞാൻ പറഞ്ഞു. ഇത്രയും മനസ്സിലായി നിങ്ങൾക്ക്? അതെപ്പോഴും അത് പലപ്പോഴും അതിന്റെ ഒരു ജനറൽ മോഡ് എന്ന് പറയുന്നത്, പൊതുവായ ഒരു രീതി എന്ന് പറയുന്നത് സബ്ജക്റ്റിനെ തുടർന്ന് വെർബ്. അതിന് ഉദാഹരണമാണ് ഞാൻ ഇങ്ങനെ ഇവിടെ പീപ്പിൾ ആൾ ഓവർ ദ വേൾഡ് എന്നാണ് സബ്ജക്റ്റ്, അതിനെ തുടർന്ന് സ്പീക്ക് എന്ന് വെർബ്. പക്ഷെ ചില സ്പെഷ്യൽ ഇഫക്റ്റിൽ ഇതും ചില സമയങ്ങളിൽ മാറും. ഇംഗ്ലീഷിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഇത് സംടൈംസ് ദ ഓർഡർ ഈസ് ചേഞ്ച്. എങ്ങനെ? ഫോർ സ്പെഷ്യൽ ഇഫക്ട്സ്. അപ്പൊ ഇതെപ്പോഴും ശരിയായിരിക്കണം എന്നില്ല. ദ ഓർഡർ ചേഞ്ച്. ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓർഡർ ചേഞ്ച് ചിലപ്പോൾ. സംടൈംസ് ദ ഓർഡർ ചേഞ്ച് ടു ക്രിയേറ്റ് എ സ്പെഷ്യൽ ഇഫക്റ്റ്. നമ്മളിതുപോലെ ഒരു ഹോം ദേ ബ്രോഡ് ദെയർ വാറിയർ ഡെഡ് എന്നുള്ള ടെന്നിസിൻ്റെ മനോഹര ഒരു മോൺഫുൾ പോയം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ, ഹോം ദേ ബ്രോഡ്, കണ്ട സബ്ജക്റ്റ് ദയർ, വാറിയർ WARRIOR വാറിയർ, ഡെഡ് DEAD. ഈ സെന്റൻസ് മാറിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് പിന്തുടർന്നല്ല വന്നിരിക്കുന്നത്. ദേ ബ്രോഡ് ആണ്, ദേ ആണ് സബ്ജക്റ്റ്. കണ്ട പക്ഷെ ആദ്യം ഹോമാണ്. ഇംഗ്ലീഷിൽ പലപ്പോഴും നമ്മൾ പഠിച്ചു വെച്ചേക്കണം അതേ രീതിയിൽ അല്ല പറയുന്നത് മെത്തേഡ്. ഞാൻ നിങ്ങളുടെ പറഞ്ഞു വെച്ച് സബ്ജക്ട് ഈസ് ഫോളോഡ് ബൈ എ വെർബ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ, ചിൽഡ്രൻ എന്ന സബ്ജക്ട്, പ്ലേ എന്ന് പറയുന്ന വെർബ്, പീപ്പിൾ ആൾ ഓവർ ദ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ്. ഇതൊരു ഇത് പീപ്പിൾ മാത്രമല്ല, ഇത് പീപ്പിൾ ആൾ ഓവർ ദ വേൾഡ് ആണ്. അവർ ചെയ്യുന്ന ജോലി സ്പീക്കാണ്. പിന്നെ ഞാൻ നിങ്ങളെ പറഞ്ഞത് ദ ഓർഡർ ചേഞ്ച് ടു ക്രിയേറ്റ് എ സ്പെഷ്യൽ ഇഫക്റ്റ്. സ്പെഷ്യൽ ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ മേലെ ഈ പാറ്റേൺ മാറും. ഒരു എക്സാമ്പിളാണ് എന്നൊക്കെ എഴുതുന്നത്. ഹോം ദേ ബ്രോഡ് ദെയർ വാറിയർ ഡെഡ്. അത് അങ്ങനെ അത് എഴുതിയിരിക്കുന്ന ആ യോദ്ധാവിൻ്റെ മരണത്തിൻ്റെ തീവ്രതയെ കവി കൂട്ടുന്നതിന് വേണ്ടി, അത് ഇൻറ്റൻസിഫൈ ചെയ്യാൻ വേണ്ടി കവി അതുപോലെ എഴുതുന്നു. ഇത് ഞാൻ രണ്ട് എക്സാമ്പിൾ കൊണ്ട് പറഞ്ഞു തരണം. ഇതാ നോക്കാം, അടുത്ത നോക്കിയാണ്. സ്ട്രൈറ്റ് കെയിം അല്ല സബ്ജക്റ്റ് ആരോ അവസാനം ആരോ കെയിം സ്ട്രൈറ്റ്. പക്ഷെ ആരോ കൃത്യം
ആരോട്? കൊച്ചു കൂട്ടുകാർക്ക് ഇത്രയും മനസ്സിലായെന്ന് തോന്നണം. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? ഇത്രയും മനസ്സിലായ? നമ്മൾ സെന്റൻസിൽ ആദ്യത്തെ സെന്റൻസ് ആണ് പഠിച്ചത്. അതായത് അതിന് അസർട്ടീവ് സെന്റൻസ് എന്ന് പറയും, അഥവാ അതിന് മറ്റൊരു പേര് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും, അഥവാ ഡിക്ലറേറ്റീവ് സെന്റൻസ് എന്ന് പറയും. എ സെന്റൻസ് വിച്ച് അസർട്ട് ഓർ സ്റ്റേറ്റ് ഓർ ഡിക്ലെയർ സംതിങ് ഈസ് കാൾഡ് ഒരു ഡിക്ലറേറ്റീവ് സെന്റൻസ് പറയും. അത് ഏകത്തിൽ തുടങ്ങണം, ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങിയിട്ട് ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. അതിലെപ്പോഴും സബ്ജക്റ്റിനെ പിന്തുടർന്ന് എന്ത് വരും? വെർബ് വരും. ഞാൻ 2 എക്സാമ്പിൾ ഞാൻ എഴുതി, ബാക്കി കൂട്ടുകാർക്ക് എഴുതാൻ പറ്റും. ചിൽഡ്രൻ പ്ലേ ഫുട്ബോൾ, പീപ്പിൾ ആൾ ഓവർ ദ വേൾഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യും? ചില സമയങ്ങളിൽ ഓർമ്മ മാറ്റം ഉണ്ടാകും. സ്പെഷ്യൽ ഇഫക്റ്റ് സൃഷ്ടിക്കാൻ, ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് സൃഷ്ടിക്കാനായിട്ട് ഇത് മാറും. ഹോം ദേ ബ്രോട്ട് ദെയർ വാരിയർ ഡെഡ് എന്ന് പറഞ്ഞതിൽ അതിൽ സബ്ജക്റ്റ് അല്ലാതെ വന്നിരിക്കുന്നത് സ്ട്രൈറ്റ് കെന്താലും ഇതിന്റെ സബ്ജക്റ്റ് കണ്ടുപിടിക്കാറാണ് പറഞ്ഞാൽ അതിൽ സ്ട്രൈറ്റ് ആയിട്ട് വന്നത് ആരോയാണ്. അപ്പൊ ആരോ കെയിം സ്ട്രൈറ്റ് എന്നുള്ളതിന് സ്ട്രൈറ്റ് കെയിം കണ്ട അപ്പോഴും അതിന്റെ ആ ഒരു ഇഫക്റ്റ് കൂടുതലായിട്ട് വരും. അങ്ങനെ അതും എഴുതും. ഇങ്ങനെ വരും. എപ്പോഴും സബ്ജക്റ്റ് വെർബ് മെത്തേഡ് തന്നെ വരണം എന്നില്ല. ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ വരും എന്നാണ് നമ്മൾ പറഞ്ഞത്.